പെരുന്നാളിൻ്റെ ചരിത്രം ഉറങ്ങുന്നതത്രയും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിത വീതിയിലാണ്. ശവ്വാൽ മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകി മക്ക മണ്ണിലേക്ക് ഒഴുകിയെത്തുന്ന ജനകൂടികൾ തൊട്ടുമുത്തിയും തലോടിയും പാദസ്പർശനത്താലും ശരീര സാമീപ്യത്താലും പുണ്യം നേടുന്ന വസ്തുക്കളിൽ ഓരോന്നിലുമാണ് ഹജ്ജ് പെരുന്നാളിൻ്റെ അഥവാ ബലിപെരുന്നാളിൻ്റെ പവിത്രത. ജനനം മുതൽ തന്നെ പലവിധ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓരോ ജീവിത മൈലുകളിലും മനുഷ്യർക്ക് പഠിക്കാനുണ്ട്. വന്ധ്യവയോധിക പ്രായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇതുവരെ പൂക്കാത്ത അഭിലാഷമായി ജീവിതത്തിൽ ബാക്കി നിന്ന ഒരു കുഞ്ഞിക്കാലെന്ന സ്വപ്നം പൂവണിയുമ്പോൾ അത് ഇതുവരെ സർവാധിനാഥന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്ന് പരീക്ഷണങ്ങളിലൂടെ വീണ്ടും ഉയരത്തിലേക്കെത്താനുള്ള ചവിട്ടുപടിയാണെന്ന് മഹാനർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അവിടുന്ന് തൊട്ടാണ് നാം ഇന്ന് ഹജ്ജിലൂടെയും ബലികർമ്മത്തിലൂടെയും സ്മരിക്കപ്പെടുന്ന ഓരോ സംഭവങ്ങളുടെയും പിറവിയെടുക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ നാഥൻ കനിഞ്ഞേകിയ പൊന്നുമകനെയും പ്രിയപത്നിയെയും ആൾതാമസമോ വെള്ളലഭ്യതയോ പോലുമില്ലാത്ത മക്കയിൽ കൊണ്ടാക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനമെത്തി. രണ്ടുപേരെയും ഇന്ന് സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിനടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ പാർപ്പിച്ച് ഇബ്രാഹിം നബി തിരിച്ചു നടന്നു. നടക്കവേ ഹാജർ ബീവിയുടെ ചോദ്യം, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അതെ എന്ന മറുപടിയിൽ ഹാജർ ബീവി സമാധാനം കൊണ്ടു. എങ്കിൽ അള്ളാഹു കൈവിടില്ല. സമയങ്ങൾ കടന്നുപോയി. കുഞ്ഞിനും മാതാവിനും വിശപ്പും ദാഹവും അസഹ്യമാവാൻ തുടങ്ങി. സ്തനങ്ങളിലെ പാല് പോലും വറ്റി. ഒരു തുള്ളി വെള്ളത്തിനായി നാലുപാടും നെട്ടോട്ടമോടി സൊഫാ മർവ കുന്നുകളിലൂടെ പലതവണ മാറി മാറി ഓടിക്കയറി വെള്ളം അന്വേഷിച്ചു. ശ്രമം വിഫലം. കർമ്മം ചരിത്രം. ഹാജർ ബീവിയുടെ കർമ്മത്തെ ഓർമ്മപ്പെടുത്തി വർഷാവർഷവും ഒഴുകിയെത്തുന്ന ഹാജിമാരത്രയും ആ കുന്നിലൂടെ സായി ചെയ്യുന്നു. ആ രണ്ട് മലകൾ ഇന്നും ചരിത്രസ്തൂപിയായി തലയുയർത്തി നിൽക്കുന്നു. അങ്ങനെ ഒരിക്കൽ ഹാജർ ബീവി മകൻ്റെ അടുക്കൽ മടങ്ങിയെത്തിയപ്പോൾ ആ കാൽക്കൽ വെള്ളം ഉറവ് പൊട്ടിയൊഴുകുന്നു. അപ്പോൾ വെള്ളത്തിനോടടങ്ങാൻ പറഞ്ഞ് കെട്ടി നിർത്തി. ആ വെള്ളമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഒഴുകിയ വെള്ളത്തിന് ശേഷം മഹത്വം കൽപ്പിച്ച് ഉപയോഗിക്കപ്പെടുന്ന സംസം. ആ മഹാജലത്തെ അന്ന് ബീവി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാടാകെ ഒഴുകുന്ന മഹാസാഗരമായി നിലകൊണ്ടിരുന്നു. ഹജ്ജിൻ്റെ ചരിത്രമെന്നതിലുപരി ബലിപെരുന്നാളിൻ്റെ ചരിത്രമെന്നതിലുപരി സർവ്വലോക ജനങ്ങളുടെ ആശാ കേന്ദ്രമായി ശമന കേന്ദ്രമായി മാറിയ പരിശുദ്ധ വെള്ളമാണ് സംസം. ഈ ജലം ഈ ഭൂലോകത്തേക്ക് വെളിപ്പെടുത്താൻ അള്ളാഹു തിരഞ്ഞെടുത്തതും അവൻ്റെ ഖലീലിൻ്റെ കുടുംബത്തെയാണ്. പ്രിയപുത്രൻ വളർന്ന് ഓടി നടക്കുന്ന പ്രായമെത്തി. മക്കളുടെ വളർച്ചയിലെ വശ്യമനോഹര ചിത്രങ്ങളും ഓർമ്മകളും സമ്മാനിക്കുന്ന സുവർണ നിമിഷങ്ങൾ. അള്ളാഹുവിൻ്റെ അടുത്ത പരീക്ഷണമെത്തി. പൊന്നുമോനെ ബലിയർപ്പിക്കണം. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹു കനിഞ്ഞേകിയ പൊന്നുമകനെ അവനു വേണ്ടി ബലിയർപ്പിക്കാനുള്ള കൽപ്പന എങ്ങനെ നിരസിക്കും? വിവരം പൊന്നുമകനെ അറിയിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുവീൻ എന്ന് പൊന്നുമോൻ്റെ മറുപടി. കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പ്രിയപത്നി ഹാജർ ബീവിയെ പോലും മിണ്ടാതെ മകനെയും കൊണ്ട് നടന്നു. സൗകര്യപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ മകൻ പറഞ്ഞു, ഉപ്പ എന്നെ കമിഴ്ത്തി കിടത്തി അറുത്തുകൊള്ളുവീൻ. എൻ്റെ മുഖം കണ്ട് ഉപ്പാക്ക് ചിലപ്പോൾ അറുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അറുക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയം നിശ്ചയിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തിരം ഒരു ആടിനെ ഇറക്കിക്കൊടുത്ത് അതിനെ അറുക്കാൻ കൽപ്പിച്ചു. സംഭവബഹുലമായ ഈ ചരിത്രത്തെ സ്മരിച്ചാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ വർഷം ഇടവിടാതെ ബലികർമ്മം നടത്തിപ്പോരുന്നത്. ബലിപെരുന്നാൾ എന്നതിന് പേര് വരുന്നത് തന്നെ ഈ ഒരു ചരിത്രത്തെ ആധാരമാക്കിയാണ്. വളരെ പുണ്യകരമായ മറ്റെല്ലാ ദാനങ്ങളെക്കാളും ശ്രേഷ്ഠ ദാനമായ ഈ ഉളുഹിയത്ത് കർമ്മം, ബലികർമ്മം സാധിക്കുന്നവർക്ക് നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമുള്ളതാണ്. വെള്ളത്തിൻ്റെ അംശം പോലും ദർശിക്കാനില്ലാതിരുന്ന മക്ക മരുഭൂമിയിൽ വെള്ളത്തിൻ്റെ നനവെത്തിയപ്പോൾ അവിടെ ആൾതാമസം തുടങ്ങി. അറേബ്യയിലെ പുരാതന ഗോത്രമായ ജുർഹും ഗോത്രത്തിലെ യാത്രാസംഘം അവിടെ ഇറങ്ങി ഹാജർ ബീവിയുടെ സമ്മതത്തോടെ അവിടെ താമസം തുടങ്ങി. അവിടെ ആളും ആരവുമായി ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്ന് വലുതായി. കാലയവനികയുടെ സഞ്ചാരപാതക്കിടയിൽ ഹാജർ ബീവി കാലഗതിയിലടഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ ജീവിത പങ്കാളിയെ ജുർഹും ഗോത്രത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാസത്തിലൊരിക്കൽ മക്കയിൽ വന്ന് സന്ദർശനം നടത്തും. അതിലൊരിക്കൽ
നൂറിൻ്റെ തിളക്കത്തിലെത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ 20ൻ്റെ ചുറുചുറുക്കിൽ നിൽക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എൻ്റെ റബ്ബ് ഇവിടെ ഒരു ഗേഹം പണിയാൻ കൽപ്പിച്ചിട്ടുണ്ട്. പുത്രൻ അതിൽ ഭാഗവാക്കാവാനുള്ള സമ്മതം അറിയിച്ചു. അള്ളാഹു സ്ഥലം നിർണയിച്ചു നൽകി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീലിൻ്റെ പ്ലാനിങ്ങോടെ ആദം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ശേഷം നബിയുടെ മക്കളും ഷീസ് അലൈഹിസ്സലാമും പുതുക്കി പണിത ശേഷം അള്ളാഹുവിൻ്റെ സത്തയിൽ വിശ്വസിച്ച് നൂഹ് നബിയോടൊപ്പം കൂടിയ അങ്കുലി പരിമിതമായ ആളുകളൊഴിച്ച് സകലതും നശിച്ച ലോകപ്രളയത്തിൽ അപ്രത്യക്ഷമായ ആദ്യ ആരാധനാ ഗേഹത്തിൻ്റെ അതേ സ്ഥാനം തന്നെ നാഥൻ അറിയിച്ചു കൊടുത്തു. ഇസ്മായിൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്ത കല്ലുകളെ കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആ പുണ്യഗേഹം നിർമ്മിക്കാൻ തുടങ്ങി. പുണ്യഗേഹത്തിൽ ഒരു വിശിഷ്ട കല്ലു പതിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോടുകൂടെ സ്വർഗത്തിൽ നിന്നിറക്കിയ കല്ലുകൾ. ലോകമഹാപ്രളയത്തിൽ നാമാവശേഷമായ കഅബയുടെ ഭാഗമായിരുന്ന ആ കല്ല് അള്ളാഹു സൂക്ഷിച്ചിരുന്നത് അബീ ഖുബൈസ് പർവ്വതത്തിലായിരുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. ഇബ്രാഹിം നബി അതിനെ കഅബയുടെ ഭിത്തിയുടെ തെക്കുകിഴക്കേ മൂലയിൽ അതിനെ സ്ഥാപിച്ചു. ആദം നബിയോടുകൂടെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ പ്രകാശിതമായ വെളുപ്പോടെ നിലനിന്നിരുന്ന ആ കല്ല് പക്ഷേ മനുഷ്യരുടെ പാപങ്ങളാൽ കറുത്തുപോയി. അതിന് ഉതകും വിധം ഇബ്രാഹിം നബിയും ശേഷം ഖുറൈശികളുടെ പുനർനിർമ്മാണ വേളയിൽ തിരുനബിയുടെ തിരുകരങ്ങളാലും അത് തൽസ്ഥാനത്ത് സ്ഥാനമുറപ്പിച്ചു. നിർമ്മാണ പുരോഗമനത്തിനിടയിൽ ഉയരം കൂടിയ കഅബയുടെ മുകളിലേക്ക് കല്ലെത്തിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കല്ല് വെച്ച് അതിന്മേൽ കയറി നിന്ന് നിർമ്മാണം തുടർന്നു. ആ കല്ലാണ് മഖാം ഇബ്രാഹിം. വന്ദിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന കല്ലായി അത് മാറി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അത് നിസ്കരിക്കുന്ന ഇടമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാറി. പിന്നീട് ലോകത്തിൻ്റെ നാനാദിക്കിലൂടെ മുസ്ലിം സമൂഹത്തിന് ഖിബിലയായും ഖസ്ദ് ചെയ്ത് പോകാനുള്ള ഇടമായും റബ്ബ് തആല നിർണയിച്ചത് ഈ പുണ്യ കഅബയെയാണ്. ബലിപെരുന്നാളിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമായ ഹജ്ജിൻ്റെയും നിത്യജീവിതത്തിലെ 5 വക്ത് നിസ്കാരത്തിൻ്റെയും കേന്ദ്രമാക്കി അള്ളാഹു ഇതിനെ നിശ്ചയിച്ചു. ലോക മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ബലിപെരുന്നാളിൻ്റെ ഓരോ അംശത്തിലും ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും സുദീർഘമായ ചരിത്ര സ്മരണകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവയെ സ്മരിക്കും വിധമാവണം അന്നത്തെയും തുടർന്നുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.